നമസ്കാരം. പഞ്ചാബ് മുൻ ഉപമുഖ്യമന്ത്രി സുഖ്ബീർ സിംഗ് ബാദലിനെതിരെ ഇന്ന് സുവർണ ക്ഷേത്രത്തിൽ വെച്ചുണ്ടായ വെടിവെപ്പ് ഒരു തീവ്രവാദ ഭീകരവാദ ആക്രമണമാണെന്ന സൂചനയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. വെടിയുതിർത്ത നരേൻ സിംഗ് ചൗര എന്ന വ്യക്തിക്ക് വിവിധ ഖലിസ്ഥാൻ ഭീകരവാദ സംഘടനകളുമായി ബന്ധമുണ്ട് എന്ന വിവരമാണ് വരുന്നത്. 2004-ലും 2013-ലും ഇയാളെ പോലീസ് ഇത്തരത്തിൽ ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിരുന്നു. 1980 മുതൽ ബാദലിനെതിരെ നിലകൊള്ളുന്ന ഹവാര ഗ്രൂപ്പിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തിയ നരേൻ സിംഗ് എന്നാണ് അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഖലിസ്ഥാൻ ഭീകര സംഘടനയായ ബബ്ബർ ഗൽസയുമായും ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. അതായത് സുവർണ ക്ഷേത്രത്തിൽ വെച്ച് ഇത്തരത്തിൽ കയറി വന്ന് അദ്ദേഹത്തെ വധിക്കാനുള്ള നീക്കം തന്നെയാണ് നടത്തിയത്. പക്ഷേ പോലീസിൻ്റെയും അതോടൊപ്പം സുരക്ഷാ ഭടന്മാരുടെയും കൃത്യമായ ഇടപെടൽ, അവിടെ തടിച്ചുകൂടിയിരുന്ന ആളുകൾ കൃത്യമായി ഇടപെട്ടു. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായത്. ഇത് ഇപ്പോൾ ഒരു ഭീകരവാദ ഒരു ആക്രമണം എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ എത്തുന്നത്. പഞ്ചാബിലെ ഭീകരവാദത്തിൻ്റെ തുടക്കത്തിൽ ഇയാൾ പാകിസ്ഥാനിലേക്കും പലായനം ചെയ്തിരുന്നു. അതായത് പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഖാലിസ്ഥാൻവാദികളുടെ ഭീകരവാദ പ്രവർത്തനത്തിന്റെ ഭാഗം തന്നെയായിരുന്നു സുവർണ ക്ഷേത്രത്തിൽ ഉണ്ടായത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.